ഹലോ. അപ്പോൾ എല്ലാ മീനെക്കാട്ടും ഇപ്പോൾ വില കൂടുതൽ ചാളക്കാണ്. അതുകൊണ്ട് വലിയ ചാള ഇപ്പോൾ കിട്ടാൻ വഴിയില്ല. കടയിൽക്കാണെങ്കിലോ എല്ലാവരും ചാള ചാളാന്നും പറഞ്ഞ് ചോദിച്ചിട്ടാണ് വരല്. അങ്ങനെ ഞാൻ പറയുന്ന കുഞ്ഞൻ ചാള ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ കുഞ്ഞൻ ചാള കുറച്ച് വാങ്ങിക്കാമെന്ന് പറയും. അങ്ങനെ പൊരിക്കാമെന്നും പറഞ്ഞ് വാങ്ങിച്ച സാധനം ഉണ്ടാകും. അപ്പോൾ ഇവിടെ പാചകം ചെയ്യുന്ന ചേട്ടൻ പറഞ്ഞ് ഇത് പൊരിച്ചാൽ കൊള്ളൂല, ആൾക്കാർക്ക് ഇത് കണ്ണി പിടിക്കുകയും ഇല്ല, അതേപോലെ തന്നെ നമുക്കിത് മുതലിക്കുകയില്ല എന്ന് പറയും. ഞാനപ്പോൾ ഓർത്തന്ന കുറച്ച് പീര വറ്റിക്കാമെന്നും പറഞ്ഞ് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തട്ടിപ്പൊത്തിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചെടുത്ത്. 100 രൂപക്ക് 5ഉം 6ഉം തേങ്ങ കിട്ടുന്ന സ്ഥാനത്ത് ഇപ്പം 100 രൂപ കൊടുത്താലും 2 തേങ്ങ പോലും കിട്ടണില്ല. അതേപോലെ വില കൂടിക്കൊണ്ടിരിക്കുന്ന തേങ്ങക്ക്. അതുകൊണ്ട് ഒരു തേങ്ങ ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ പച്ചമുളകും പിന്നെ കുറച്ച് ചുമന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒതുക്കിയെടുത്ത്. പീര അങ്ങനെ ചാളയിലോട്ട് ഇട്ട് കഴിഞ്ഞാലേ നല്ലോണം ഇളക്കി മറിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വേറെ മാംസമായി പോകും. അപ്പോൾ ഇതേ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കടയിൽ എല്ലാവർക്കും സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പോണത് ഈ ഒരു മീൻ പീരയാണ്.